ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റിയ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ നല്ല പഴുത്ത ചെറുനാരങ്ങയാണ്. ഇതുപോലെ കഴുകി വൃത്തിയായി തുടച്ചതിന് ശേഷം ഒരു അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് വേണം ആവി കയറ്റിയെടുക്കാൻ. ആവി കയറ്റുമ്പോൾ പിന്നെ അധികം വെന്തു പോകാണ്ട് ശ്രദ്ധിക്കണം. ആവി കയറ്റുമ്പോൾ ഈ നാരങ്ങ ഒരുപാട് വെന്തു പോകാതെ ശ്രദ്ധിക്കണം. ഇനി തണുത്തതിന് ശേഷം ഇത് ചെറിയ പീസുകളാക്കി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയാണ്. ഇനി ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ഉരുളി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ ഈ നല്ലെണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും ഇതുപോലെ എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. പിന്നെ ചേർത്തിട്ടുള്ളത് പച്ചമുളകും ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. കറിവേപ്പിലയും അധികം മൊരിയാതെ വറുത്ത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്പ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി 1 ആണി അളവിൽ വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 വലിയ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഞാൻ ചേർക്കുന്നത് നേരത്തെ തന്നെ പൊടിച്ച് വെച്ച കായപ്പൊടിയും അതുപോലെ ഉലുവപ്പൊടിയുമാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അച്ചാർ തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.